ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തെ സമയത്ത് ഏറ്റവും അധികം നാം ചർച്ച ചെയ്യപ്പെട്ടത് ബ്രഹ്മോസ് ആണ്. ബ്രഹ്മോസിന്റെ ചൂട് കൃത്യമായി തന്നെ പാകിസ്ഥാൻ അറിയുന്ന ഘട്ടത്തിലൂടെ നാം ചർച്ചകൾ പലതും കടന്നു പോയിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനം വരുന്നത് ബ്രഹ്മോസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കിലോമീറ്റർ അല്ലെ ദൂരപരിധി വർദ്ധിപ്പിക്കുകയാണല്ലോ. തീർച്ചയായിട്ടും ഈ ബ്രഹ്മോസ് എന്ന് പറയുന്നത് റഷ്യയുടെ സഹായത്തോടു കൂടി റഷ്യൻ ടെക്നോളജിയെ സാങ്കേതിക വിദ്യയെ അടിസ്ഥാനപ്പെടുത്തി ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ഒരു ക്രൂയിസ് മിസൈലാണ്. ആ മിസൈല് അതിൻ്റെ ഇപ്പോൾ ദൂരപരിധിയെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നതെങ്കിലും ഒന്നാമതായിട്ട് പറയേണ്ടത് അതിൻ്റെ ശബ്ദ വേഗം. ശബ്ദത്തേക്കാൾ വേഗത്തിൽ അതിന് സഞ്ചരിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അതൊരു സൂപ്പർസോണിക് മിസൈൽ. നമ്മളിപ്പോൾ സൂപ്പർസോണിക് ഫ്ലൈറ്റ് എന്നൊക്കെ പോർവിമാനങ്ങളുണ്ട്, സൂപ്പർസോണിക് ജെറ്റ് വിമാനങ്ങളുണ്ട്, അങ്ങനെ കേട്ടിട്ടുണ്ട്. അതുപോലെ ശബ്ദത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന പോർവിമാനങ്ങൾ, അതുപോലെ ശബ്ദത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന മിസൈലുകൾ, അതാണ് ഈ സൂപ്പർസോണിക് മിസൈലുകൾ. ആ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലാണ് വാസ്തവത്തിൽ ബ്രഹ്മോസ്. അത് നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ, അത് വികസിപ്പിച്ചെടുക്കുമ്പോൾ ആദ്യം ചെറിയ ലക്ഷ്യങ്ങളാണ് വെച്ചിരുന്നത്. 250-300 കിലോമീറ്റർ, പിന്നെ അത് 400 കിലോമീറ്റർ, ഇപ്പോൾ അത് 800 കിലോമീറ്റർ എത്തിക്കാനാണ് നമ്മൾ പരിശ്രമിക്കുന്നത്. നമുക്കറിയാം നമ്മുടെ കയ്യിൽ ബാലിസ്റ്റിക് മിസൈലുകളുണ്ട്. അതൊക്കെ 4000 കിലോമീറ്ററും 8000 കിലോമീറ്റർ വരെ അകലെ ചെന്ന് പതിക്കാവുന്ന, ടാർഗറ്റ് ഹിറ്റ് ചെയ്യാൻ പറ്റുന്ന മിസൈലുകൾ നമ്മുടെ കൈവശമുണ്ട്. ഇപ്പോൾ ഇന്ന് ലോകത്തത് പലർക്കും, പല രാജ്യങ്ങൾക്കും, റഷ്യ, ചൈന, അതുപോലെ അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളുടെ കയ്യിൽ ബാലിസ്റ്റിക് മിസൈലുകളുണ്ട്. ഇന്ത്യക്കും ബാലിസ്റ്റിക് മിസൈലുകളുണ്ട്. നമ്മൾ അഗ്നി പോലെയുള്ള, അഗ്നി, പൃഥ്വി തുടങ്ങിയ മിസൈലുകളൊക്കെ നമ്മൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ ക്രൂയിസ് മിസൈൽ, ഈ ബ്രഹ്മോസ് ഒരു ക്രൂയിസ് മിസൈലാണ്. അതുതന്നെ വളരെ കൃത്യമായിട്ട് ടാർഗറ്റ് ലൊക്കേറ്റ് ചെയ്ത്, ടാർഗറ്റ് അടയാളപ്പെടുത്തി ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ മിസൈൽ കൃത്യമായിട്ട് ആ ടാർഗറ്റിൽ തന്നെ ചെന്ന് പതിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. വളരെ കൃത്യമായിട്ട് ടാർഗറ്റ് എയിം ചെയ്ത് നമുക്ക് തൊടുക്കാവുന്ന ഒരു മിസൈലാണ് ബ്രഹ്മോസ്. അതാണിപ്പോൾ ഈ 800 കിലോമീറ്റർ ദൂരപരിധിയിലേക്ക് ഉയർത്താൻ നമ്മൾ ശ്രമിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് ഒരു യുദ്ധതന്ത്രം മാത്രമല്ല ഇന്ന് നമ്മളെ സംബന്ധിച്ച് ഈ ബ്രഹ്മോസ് മിസൈൽ കൊണ്ടുള്ള നേട്ടം. അത് അല്ലെങ്കിൽ നമ്മൾ അതിന് ഉപയോഗിക്കുന്നത് യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമല്ല, ശത്രുവിനെതിരെ ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമല്ല നമ്മളിന്നത് തയ്യാറാക്കുന്നത്. ഇന്ന് ലോകത്ത് ഒരുപാട് രാജ്യങ്ങൾ ഇത് ആവശ്യപ്പെട്ട് വരുന്നുണ്ട്. അവർക്കെല്ലാം നമ്മളിപ്പോൾ ഫിലിപ്പൈൻസിന് ഈ മിസൈൽ കൊടുത്തിട്ടുണ്ട്. ഫ്രാൻസ് നമ്മളുമായിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ മറ്റു പല രാജ്യങ്ങളും, ഈ എന്തിന് പറയുന്നു, ചൈനയും അമേരിക്കയും പോലും ഇതിൻ്റെ സാങ്കേതിക വശങ്ങൾ, ഇതിൻ്റെ മേന്മകളുമൊക്കെ നമ്മളോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്തായാലും അതിൻ്റെ ഇതെങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്നും എന്തൊക്കെയാണ് അതിന് ഉപയോഗിക്കുന്നതെന്നൊക്കെ ഉള്ളത് രഹസ്യമാണ്. അത് നമ്മൾ പുറത്തു വിട്ടിട്ടില്ല. പക്ഷേ നമ്മളിൽ നിന്ന് ഇത് വാങ്ങാൻ ഇന്ന് ഒരുപാട് രാജ്യങ്ങൾ ക്യൂ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് പലർക്കും ഈ ദൂരപരിധി, അവരാവശ്യപ്പെടുന്ന അത്രയും ദൂരപരിധി ഈ മിസൈലിനുണ്ടാകണം എന്ന് അവർ താല്പര്യപ്പെടും. അപ്പോൾ അവർ ആ ആവശ്യം ഉന്നയിക്കും നമ്മളോട്. അതുകൊണ്ട് തന്നെയാണ് ഈ ദൂരപരിധി കൂട്ടാനുള്ള ശ്രമം നമ്മൾ നടത്തുന്നത്. അപ്പോൾ അത്രയും ദൂരം കൃത്യമായിട്ട് സഞ്ചരിച്ച് ചെന്ന് ശത്രുവിനെ തകർക്കാൻ കഴിയുന്ന ഒരു മിസൈലാക്കി അതിനെ വികസിപ്പിച്ചെടുക്കുക എന്നുള്ളത് ഭാരതത്തിൻ്റെ അജണ്ടയിലുള്ളതാണ്. അതിന് നമ്മൾ നേരത്തെ തന്നെ ഇതിപ്പോൾ ഇന്നും ഇന്നലെയൊന്നും അല്ല, 1980കളിൽ തുടങ്ങിയ ഒരു ഗവേഷണമാണ് ഇന്നിവിടെ എത്തി നിൽക്കുന്നത്. ഈ കഴിഞ്ഞൊരു 40-45 വർഷമായിട്ട്, അല്ലെങ്കിൽ ഒരു 40-42 വർഷമായിട്ട് നമ്മൾ ചെയ്യുന്ന, 83ലാണ് ഇതിന് അടിത്തറയിടുന്നത്. അന്ന് തുടങ്ങി പല പരിശ്രമങ്ങളും നടത്തി, പലതും പരാജയപ്പെട്ട്, പരാജയങ്ങളിൽ നിന്ന് വിജയിച്ച ചരിത്രമാണ് ഭാരതത്തിനുള്ളത് ഈ കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ ഈ 4 പതിറ്റാണ്ട് കൊണ്ട് നമ്മൾ നേടിയ ആ കരുത്ത് ഇനി അതിൻ്റെ ദൂരപരിധി വർദ്ധിക്കുന്നു എന്ന് പറയുമ്പോൾ ആദ്യം ഭയപ്പെടുന്നത് പാകിസ്ഥാൻ, ചൈനയുമായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. ഇക്കാര്യത്തിൽ ഈ ബ്രഹ്മോസിൻ്റെ ശക്തി എന്താണെന്ന് ലോകം അറിഞ്ഞത് ഇപ്പോഴാണ്. ഈ ബ്രഹ്മോസ് നമ്മുടെ കൈവശം ഉണ്ടായിരുന്നു. ബ്രഹ്മോസ് എന്ന് പറയുന്ന ഒരു മിസൈൽ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, ഒക്കെ എല്ലാവർക്കും അറിയാം. പക്ഷെ അത് എന്ത് പ്രഹരമേൽപ്പിക്കും, എന്ത് ആഘാതമേൽപ്പിക്കും എന്നുള്ള കാര്യത്തിൽ കൃത്യമായ ഒരു വിലയിരുത്തൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫലപ്രാപ്തി എത്രത്തോളം ഉണ്ട് എന്ന് ലോകത്ത് ആർക്കും, കുറിച്ച് വിലയിരുത്തലുകളൊക്കെ ഉണ്ട് എന്നല്ലാതെ നേരിട്ട് ആർക്കും ബോധ്യമില്ലായിരുന്നു. ഇപ്പോൾ അത് കൃത്യമായിട്ട് ബോധ്യപ്പെട്ടു.
നമ്മൾ വളരെ കൃത്യമായിട്ട് എവിടെയൊക്കെയാണ് ഈ മിസൈൽ ഉപയോഗിച്ചത്, ആ മിസൈൽ ഉപയോഗിച്ചത് കൊണ്ട് എന്തൊക്കെ നാശനഷ്ടങ്ങൾ ശത്രുവിന് ഉണ്ടായി തുടങ്ങിയ കാര്യങ്ങൾ ഇന്ന് പകൽ പോലെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ കാര്യത്തിലൊരു മേൽക്കൈയുണ്ട്. ഈ ബ്രഹ്മോസിൻ്റെ യഥാർത്ഥ സ്വരൂപം ലോകരാഷ്ട്രങ്ങൾ മനസ്സിലാക്കി. അത് ചൈനയ്ക്കും അമേരിക്കയ്ക്ക് പോലും ഒരു വലിയ എന്താ പറയുക, ഒരേ സമയം ആശ്ചര്യവും വെല്ലുവിളിയും ഉയർത്തുന്നു. കാരണം ഇന്ത്യയോട് കളിക്കുമ്പോൾ സൂക്ഷിക്കണം, ഇന്ത്യയുടെ കൈവശം ഇങ്ങനെ പലതുമുണ്ട്, അത് നമുക്ക് ദോഷം ചെയ്യും. നമ്മളൊരു ആക്രമണത്തിന് ശ്രമിച്ചാൽ അത് നമുക്ക് ദോഷം ചെയ്യും. ഇന്ത്യയുടെ കയ്യിൽ അത്യന്താധുനികമായ ആയുധങ്ങളും യുദ്ധോപകരണങ്ങളും ഉണ്ട് എന്നുള്ള ഒരു സത്യം ഇന്ന് ലോകരാഷ്ട്രങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, പ്രത്യേകിച്ചും അത് ബ്രഹ്മോസിൻ്റെ കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ ഈ ബ്രഹ്മോസ് കൈവശമുള്ള രാഷ്ട്രങ്ങളെ ആക്രമിക്കാൻ ആരും മുന്നോട്ട് വരില്ല. ആ ബ്രഹ്മോസ് ഇന്നിപ്പോൾ നമ്മൾ ബ്രഹ്മോസിൻ്റെ ഒരു 1-ാം പതിപ്പും 2-ാം പതിപ്പും ഒക്കെയാണ് നമ്മൾ മറ്റ് രാജ്യങ്ങൾക്ക് വിൽക്കുന്നത്. അതിലുപരി നമ്മുടെ കൈവശം ഇപ്പോൾ 4-ാം തലമുറ 5-ാം തലമുറ ഈ ആവശ്യക്കാർ വർദ്ധിക്കുകയും അതോടൊപ്പം തന്നെ ഇന്ത്യക്കും അത് ആവശ്യമാണെന്ന് തിരിച്ചറിഞ്ഞതിന് പിന്നാലെ ആയിരിക്കുമോ ഇത്രയും പെട്ടെന്ന് തന്നെ നീക്കത്തിലേക്ക് പോകുന്നത്? നമ്മൾ ഏറ്റവും ഒടുവിൽ ഉത്തർപ്രദേശിൽ ഈ ഒരു ബ്രഹ്മോസ് നിർമ്മാണ യൂണിറ്റ് ഒരാഴ്ച മുമ്പാണ് പ്രതിരോധ മന്ത്രി ഉദ്ഘാടനം ചെയ്തത്. UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണ് അവിടെ അധ്യക്ഷത വഹിച്ചത്. ആ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തിട്ട് അദ്ദേഹം ബ്രഹ്മോസ് രാജ്യത്തിന് നൽകിയ ആ വിജയത്തിൽ ബ്രഹ്മോസ് വഹിച്ച പങ്ക് എന്താണെന്നൊക്കെ അദ്ദേഹം അവിടെ പറഞ്ഞു. അപ്പോൾ ബ്രഹ്മോസിൻ്റെ പുതിയ യൂണിറ്റ് വരുന്നത് മാത്രമല്ല, ബ്രഹ്മോസിൻ്റെ ദൂരപരിധി വർദ്ധിപ്പിക്കുക. ഈ വേഗം ഇപ്പോൾ ശബ്ദത്തെക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന സൂപ്പർസോണിക് മിസൈലാണ്. അപ്പോൾ ഇനി വേഗത്തെ സംബന്ധിച്ചായിരിക്കില്ല കൂടുതൽ ഗവേഷണം നടക്കുക, ഇനി ദൂരപരിധി കൂട്ടുന്ന കാര്യത്തിലായിരിക്കും കൂടുതൽ ഗവേഷണം നടക്കുക. അതിനെ സംബന്ധിച്ച് ശാസ്ത്രജ്ഞന്മാരാണ് കൂടുതൽ വിശദമായിട്ട് സംസാരിക്കേണ്ടത്. നമ്മളെ സംബന്ധിച്ച് പ്രതിരോധ വകുപ്പ് നൽകുന്ന വിവരങ്ങൾ മാത്രമേ നമുക്ക് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാൻ കഴിയുള്ളൂ. എന്തായാലും ഈ പറഞ്ഞതുപോലെ ബ്രഹ്മോസിൻ്റെ ദൂരപരിധി കൂട്ടുന്ന ഒരു ഗവേഷണം വളരെ കാര്യക്ഷമമായി നടക്കുന്നുണ്ട്. അത് വളരെ കൃത്യമായിട്ട് ഇപ്പോൾ 800 കിലോമീറ്റർ എന്നൊക്കെ പ്രതിരോധ വകുപ്പ് പറയണമെങ്കിൽ അതിനെക്കുറിച്ച് ഒരു ധാരണ അവർക്കുണ്ടായിട്ടുണ്ട്. അതായത് 800 കിലോമീറ്റർ ഇത് സഞ്ചരിക്കും, ഇതിനെ സഞ്ചരിപ്പിക്കാം എന്നൊരു ഉറപ്പ് അവർക്കുണ്ടായതിൻ്റെ വെളിച്ചത്തിലാണ് അവരത് പറയുന്നത്. അല്ലാതെ അവരത് പറയില്ല. പ്രതിരോധ വിഭാഗം എപ്പോഴും അങ്ങനെയാണ്. ഒരു ടെക്നോളജി അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ഈ പ്രതിരോധവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു വിഷയം നമ്മുടെ കൈവശം വന്നു ചേർന്നതിന് ശേഷം മാത്രമേ അവരത് വെളിപ്പെടുത്തുള്ളൂ. അതിന് മുമ്പ് അവർ അത് വെളിപ്പെടുത്തില്ല. അത് ഡ്രോണുകളുടെ കാര്യമാണെങ്കിലും മിസൈലാണെങ്കിലും ഫൈറ്റർ ജെറ്റുകളാണെങ്കിലും പീരങ്കിയാണെങ്കിലും ഒക്കെ ഏത് തരത്തിലുള്ള ആയുധമാണെങ്കിലും അവർ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അത് നമ്മുടെ കയ്യിൽ ടെക്നോളജി വരും എന്ന് ഉറപ്പായതിനു ശേഷം മാത്രമേ അവരത് വെളിപ്പെടുത്തുള്ളൂ. ഇപ്പോൾ 800 കിലോമീറ്റർ എന്ന് പറയുന്ന 400 കിലോമീറ്റർ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു മിസൈലിനെ നേരെ ഇരട്ടി ദൂരപരിധിയിലേക്ക് ആക്കിയെടുക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല, നിസ്സാര കാര്യമല്ല, വലിയൊരു ടാസ്ക്കാണ്. ആ ടാസ്ക് പക്ഷേ നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ അത് നേടും എന്ന് തന്നെയാണ് എനിക്ക് ഈ വാർത്തയിൽ നിന്ന്, പ്രതിരോധ വകുപ്പിൻ്റെ ഈ പത്രക്കുറിപ്പിൽ നിന്ന് മനസ്സിലാകുന്നത്. എന്തായാലും നമുക്ക് കുറച്ചുകൂടെ കാത്തിരിക്കാം. നമുക്കറിയാം നമ്മുടെ മിസൈൽ വുമൺ ടെസ്സി തോമസിനെയൊക്കെ പോലെയുള്ളവർ വലിയ സംഭാവനകളാണ് ഈ ഒരു മേഖലയിൽ നൽകിയത്. അതിനു മുമ്പ് ദ മിസൈൽ മാൻ എന്നറിയപ്പെട്ടിരുന്നത് നമ്മുടെ പ്രിയങ്കരനായ ആദരണീയനായ നമ്മുടെ സ്വർഗീയ അബ്ദുൽ കലാം, APJ അബ്ദുൽ കലാം ആണ്. അദ്ദേഹം ആണ് മിസൈൽ ഗവേഷണ രംഗത്ത് ഇന്ത്യക്ക് ഒരു വലിയ നാഴികക്കല്ലായ മനുഷ്യൻ. ഈ സംഘർഷത്തിന് പിന്നാലെ ബ്രഹ്മോസ് മാത്രമല്ല, മറ്റ് ഇന്ത്യയുടെ തദ്ദേശമായി വികസിപ്പിച്ചെടുത്ത ആയുധങ്ങൾക്കും വലിയ ഡിമാൻഡാണ്. വലിയ ഡിമാൻഡുണ്ട്. കാരണം നമ്മൾ തന്നെ ഒരു സാധനം വാങ്ങാൻ പോയാൽ ക്വാളിറ്റിയുള്ള ഗുണനിലവാരം നോക്കിയല്ലേ വാങ്ങുള്ളൂ. മോശപ്പെട്ട സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കാൻ ആരും തയ്യാറാകില്ലല്ലോ. ഒരു കുട്ടിക്ക് ഒരു കൊച്ചു കളിപ്പാട്ടം വാങ്ങി കൊടുക്കുമ്പം പോലും നമ്മളത് എത്ര കാലം ഈട് നിൽക്കാൻ സാധ്യതയുണ്ട് എന്ന് നോക്കും, അല്ലേ? പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന ഒരു കളിപ്പാട്ടം നമ്മളാരും വാങ്ങി കൊടുക്കില്ലല്ലോ. ഇവിടെയും അതുതന്നെയാണ്. ഗുണനിലവാരം ഒരു വിഷയമാണ്. ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾക്ക്, ഈ യുദ്ധോപകരണങ്ങൾക്ക്, വെടിക്കോപ്പുകൾക്ക്, മിസൈലുകൾക്ക് ഒക്കെ കൃത്യമായൊരു ഗ്യാരണ്ടി ഉണ്ട്, അതിനൊരു ഗുണനിലവാരമുണ്ട്, ക്വാളിറ്റിയുണ്ട്. ആ ക്വാളിറ്റിയാണ് നമ്മുടെ ആ മേക്ക് ഇൻ ഇന്ത്യയുടെ പ്രശസ്തി വിപുലപ്പെടുത്തുന്നത്. ആ മേക്ക് ഇൻ ഇന്ത്യക്ക്, ആ പദ്ധതിക്ക് പ്രധാനമന്ത്രിക്കും അഭിമാനത്തോടെ തല ഉയർത്തി നിൽക്കാം. നമ്മൾ ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ വിജയിച്ചിരിക്കുന്നു, നമ്മളുടെ കഴിവ് നമ്മൾ തെളിയിച്ചിരിക്കുന്നു, നമ്മുടെ ക്വാളിറ്റി നമ്മൾ തെളിയിച്ചിരിക്കുന്നു.
അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞതുപോലെ ബ്രഹ്മോസിൻ്റെ കാര്യത്തിലും നമുക്ക് സംശയിക്കാനൊന്നുമില്ല. 800 കിലോമീറ്റർ അസാധ്യവുമല്ല, വളരെ അടുത്ത് തന്നെ നമുക്കത് കമ്മീഷൻ ചെയ്യാൻ സാധിക്കും. നേരിട്ടത് നമുക്ക് എല്ലാവർക്കും, രാജ്യത്തിന് മുഴുവനും 800 കിലോമീറ്റർ ദൂരപരിധിയിൽ സഞ്ചരിക്കുന്ന ബ്രഹ്മോസ് നമ്മൾ രൂപപ്പെടുത്തി എടുത്തിരിക്കുന്നു, വികസിപ്പിച്ചെടുത്തിരിക്കുന്നു എന്നുള്ള വാർത്ത നമുക്ക് കേൾക്കാനാകും.